KCV ജോബ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 15/9/2025 അസാധാരണ ഗസറ്റ് വിജ്ഞാപനം വഴി 19 വിവിധ തസ്തികകളിലേക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 357/2025 മുതൽ 375/2025 വരെയാണ് നോട്ടിഫിക്കേഷനിൽ ഉള്ളത്. ബൈ ട്രാൻസ്ഫർ, NCA, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എന്നിവ മാറ്റി നിർത്തി ബാക്കിയുള്ളവ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. കൂടാതെ ജോലി ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുകയും ചെയ്യരുത്. പ്രധാന വിജ്ഞാപനങ്ങൾ 6 എണ്ണമാണ് ഉള്ളത്. ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേത് 357/2025 എന്ന കാറ്റഗറി നമ്പറിൽ ഉള്ളതാണ്. സ്ഥാപനത്തിൻ്റെ പേര് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഉദ്യോഗ പേര് അസിസ്റ്റന്റ് എഞ്ചിനീയർ. ശമ്പള സ്കെയിൽ 39,500, 83,000. പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയും. പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കും. എന്നാൽ പരമാവധി പ്രായം 50 വയസ്സായി നിജപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യതകൾ: ഒരു UGC അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ BTech, സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. തത്തുല്യ യോഗ്യതകൾ ഏതെല്ലാമാണെന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ നൽകിയിട്ടുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15/10/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 360/2025. വകുപ്പ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. ഉദ്യോഗ പേര് വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. ശമ്പളം 27,900, 63,700. പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും പുരുഷ ഉദ്യോഗാർത്ഥികൾക്കും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്ന സ്ത്രീകൾക്ക് ഇരട്ടി സാധ്യതയാണ് നിലവിൽ ലഭ്യമാകുന്നത്. നിയമന രീതി നേരിട്ടുള്ള നിയമനം സംസ്ഥാന തലത്തിലുള്ളതാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്കും നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. പരമാവധി വയസ്സ് 50 നിജപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യതകൾ: വിദ്യാഭ്യാസ യോഗ്യത വേണം. ശാരീരിക യോഗ്യതയും ആവശ്യമാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC പരീക്ഷയോ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം. ശാരീരിക യോഗ്യതകൾ: കുറഞ്ഞത് 150 സെൻറ്റിമീറ്റർ ഉയരം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആവശ്യമാണ്. കാഴ്ചശക്തി: ദൂരക്കാഴ്ച വലത് കണ്ണിനും ഇടത് കണ്ണിനും 6/6 സ്നെല്ലൻ ആവശ്യമാണ്. സമീപ കാഴ്ച 0.5 സ്നെല്ലൻ ഇടത് കണ്ണിനും വലത് കണ്ണിനും ആവശ്യമാണ്. ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം. വർണ്ണാന്ധത, സ്ക്വിൻ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെയോ കൺപോളകളുടെയോ മോർബിഡ് ആയിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയായി കണക്കാക്കുന്നതാണ്. മുട്ടുതട്ടൽ, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാലുകൾ, വൈകല്യമുള്ള കൈകാലുകൾ, കോമ്പല്ല്, ഉന്തിയ പല്ലുകൾ, കൊഞ്ഞ, കേൾവിയിലും സംസാരത്തിലുമുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത്. 1 സ്റ്റാർ നിലവാരമുള്ള നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ താഴെ പറയുന്ന 8 ഇനങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടേണ്ടതാണ്. ഇനങ്ങൾ: 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ്, ഹൈ ജമ്പ് 1.06 മീറ്റർ, ലോങ് ജമ്പ് 3.05 മീറ്റർ, പുട്ടിംഗ് ദ ഷോട്ട് 4 കിലോഗ്രാം ഭാരമുള്ളത് 4.88 മീറ്റർ, 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ്, ത്രോയിങ് ദി ത്രോ ബാൾ 14 മീറ്റർ, ഷട്ടിൽ റേസ് 25x4 മീറ്റർ 26 സെക്കൻഡ്, സ്കിപ്പിംഗ് 1 മിനിറ്റിൽ 80 തവണ. മേൽപ്പറഞ്ഞ ശാരീരിക യോഗ്യതകളും വിദ്യാഭ്യാസ യോഗ്യതയുമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. NCC ABC സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ളവർക്ക് 2%, 3%, 5% വെയിറ്റേജ് ലഭിക്കുന്നതാണ്. പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിശ്ചിത ഫോർമാറ്റിൽ സാക്ഷ്യപ്പെടുത്തി വാങ്ങി ഹാജരാക്കേണ്ടതാണ്.
ഫോർമാറ്റ് നോട്ടിഫിക്കേഷനോടുകൂടെ നൽകിയിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതി 15/10/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. മൂന്നാമത്തേത് കാറ്റഗറി നമ്പർ 361/2025 കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ട്രാഫിക് സൂപ്രണ്ട് എന്ന ഉദ്യോഗ പേരിൽ 14,620 25,280 എന്ന ശമ്പള സ്കെയിലിൽ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒഴിവുകളുടെ എണ്ണം 1 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. യോഗ്യതകൾ UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം, മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ആശയവിനിമയത്തിനുള്ള കഴിവുണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഒരു വിഷയമായി പഠിച്ച് SSLC അല്ലെങ്കിൽ +2 വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരു സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച 3 മാസത്തെ കാലാവധിയിൽ കുറയാത്ത അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് വിജയിച്ചിരിക്കണം. ഏതെങ്കിലും രജിസ്റ്റേർഡ് ലോജിസ്റ്റിക് ഗതാഗത സ്ഥാപനത്തിൽ വാഹന ഗതാഗത നിയന്ത്രണവും ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട മേഖലയിലുള്ള 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക നോട്ടിഫിക്കേഷനോടൊപ്പം നൽകിയിട്ടുണ്ട്. ആയത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15/10/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. നാലാമത്തേത് കാറ്റഗറി നമ്പർ 362/2025 കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഉദ്യോഗ പേര് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ശമ്പളം 9,190 15,780 എന്ന സ്കെയിലിൽ 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കും നിയമാനുസൃത വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. ആവശ്യമുള്ള യോഗ്യതകൾ KGCE സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ NTC ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. തത്തുല്യ യോഗ്യതകൾ സംബന്ധിച്ച ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ ഒരു ലിങ്കായി പ്രധാന നോട്ടിഫിക്കേഷന്റെ കൂടെ നൽകിയിട്ടുണ്ട്. ആയത് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15/10/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. കാറ്റഗറി നമ്പർ 363/2025 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ഒഴിവാണ് പറയുന്നത്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള താഴെ പറയുന്ന വിവിധ കമ്പനികൾ അല്ലെങ്കിൽ ബോർഡുകൾ അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലെ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 മുതലായ ഉദ്യോഗ പേരുകളിൽ അറിയപ്പെടുന്ന പോസ്റ്റുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ്, കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്. ശമ്പള സ്കെയിൽ കൃത്യമായി പറയാൻ കഴിയുന്നതല്ല. ഓരോ ബോർഡുകൾക്കും അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്കും വിവിധ സാലറി സ്കെയിലുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട കമ്പനികൾ ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്ക് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് നൽകിയിട്ടുള്ളത്. നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതാണ്. യോഗ്യതകൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BCom ബിരുദം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു ബിരുദക്കാർക്ക് സാധ്യതയില്ല. തത്തുല്യമായ യോഗ്യതകൾ സംബന്ധിച്ച ഒരു ലിങ്ക് ഇതോടൊന്നിച്ച് നൽകിയിട്ടുണ്ട്. ആയത് പരിശോധിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15/10/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. ആറാമത്തേതാണ് കാറ്റഗറി നമ്പർ 364/2025 കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ എന്നിവയിലെ അക്കൗണ്ട്സ് ഗ്രേഡ് 2 അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ട്സ് അല്ലെങ്കിൽ സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്.
ഏതെല്ലാമാണ് ബോർഡുകൾ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ എന്ന് പരിശോധിക്കാം. കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ SC/ST, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. ശമ്പളം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ എന്നിവ ഈ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്ക് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നേരിട്ടുള്ള നിയമനമാണ് നിയമന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അർഹതപ്പെട്ടവർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BCom ബിരുദം തന്നെയാണ്. മറ്റു ബിരുദക്കാർക്ക് ഇതിൽ സാധ്യത ഇല്ല. തത്തുല്യമായ യോഗ്യത സംബന്ധിച്ച ഒരു ലിങ്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പരിശോധിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 15/10/2025 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ്. ഇത്രയും പറഞ്ഞ 6 നോട്ടിഫിക്കേഷനുകളാണ് പ്രധാന നോട്ടിഫിക്കേഷനുകളായി വന്നിട്ടുള്ളത്. ഇതുകൂടാതെ 13 നോട്ടിഫിക്കേഷനുകൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകളായിട്ടും NCA വിജ്ഞാപനങ്ങളായിട്ടും കൂടെയുണ്ട്. ആവശ്യക്കാർക്ക് നോട്ടിഫിക്കേഷനുകൾ പരിശോധിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്ത 6 നോട്ടിഫിക്കേഷൻസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ആയത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.